എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടുന്നതിന്റെ കാരണം ചിലപ്പോൾ ഇതായിരിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ വീട്ടിലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാറുണ്ട് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ അലുമിനിയത്തിന്റെ 2 കമ്പി പോകുന്ന ആ ഒരു പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ആ ഒരു സർവീസ് വയർ. എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടിപെട്ടിട്ട് സർവീസ് വയർ അതിലേക്ക് കട്ടായി പോയി. അതുവരെ നമ്മളാണെങ്കിൽ KCBയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ വന്നിട്ട് ജോയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ ഒരു 10-25 വർഷം കൊണ്ടുപോയിട്ട് അവസാനം KCB ഇതിന് പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മേടിച്ചത്. അതാണ് അവസ്ഥ. പല വീട്ടിലും ഇത് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഈ ഒരു ഒറ്റ കാരണത്താൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കൂടും. കാരണം സർവീസ് വയറിൻ്റെ ഗേജ് കുറവാണെങ്കിലും ഇത് വേണം ജോയിൻ്റ് അടിക്കുമ്പോഴാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ അലുമിനിയത്തിനാണെങ്കിൽ അവിടെ ക്ലാവൊക്കെ പിടിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ലോഡ് കൂടിയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കറണ്ട് കൂടുകയും അതുവഴി നമുക്ക് നല്ലൊരു കറണ്ട് ബില്ല് കൂടാനും നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ വീട്ടിലെ പണ്ട് ലോഡ് എടുക്കുന്ന സംഭവമൊന്നുമില്ല. കാരണം മോട്ടറൊന്നും എൻ്റെ വീട്ടിൽ പണ്ടില്ലായിരുന്നു. കാരണം നമ്മൾ കിണർ കുത്തിയിട്ട് ഇപ്പോൾ ഒത്തിരി നാളൊന്നുമില്ല. കിണർ കുത്തി വെള്ളം കിട്ടി മോട്ടർ വെച്ചു. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ KCBയുടെ കറണ്ട് നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ നേരെ നമ്മൾ സോളാർ വെച്ചിട്ടാണെങ്കിൽ രാത്രിയിൽ ലിഥിയം ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ KCBന്ന് ഒരു തുള്ളി കറണ്ട് പോലും ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. മോട്ടോർ അടിക്കാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ സർവീസ് വയറൊക്കെ ആണെങ്കിൽ ജോയിൻ്റ് അടിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഉണ്ടല്ലോ, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ സർവീസ് വയർ മാറ്റിയപ്പോൾ ആ ഒരു മീറ്ററിൽ ജോയിൻ്റ് അടിച്ച ഭാഗത്ത് ഒരു കമ്പി വെച്ചിട്ട് അവർ ലോക്ക് ചെയ്യും. അത് ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല. ചോദിച്ചപ്പോൾ അവരതിൽ ആ സാധനം ഇല്ല, ഇനി വരുമ്പോൾ കൊണ്ട് സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഈ സർവീസ് വയർ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്താണ്, അതിലാണ്ട് KCBക്കാർ കൊണ്ടുവന്നൊന്നുമല്ല. KCBയിലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സർവീസ് വയർ മേടിച്ചു വെച്ചാൽ അന്ന് തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. KCBക്കാരായാലും സർവീസ് വയർ ഉണ്ട്, പക്ഷേ അവിടെ ഗേജ് കുറവാണ്. നമ്മളൊരു 6 സ്ക്വയറിൻ്റെ ഗേജുകളാണ് മേടിച്ചത്. അതിപ്പോൾ ഏകദേശം ഒരു 22 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു 6ൻ്റെ എങ്കിലും ഗേജ് വരുന്ന ആ ഒരു വയർ വാങ്ങി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഒരുപാട് ലൈഫും കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും മോട്ടറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ വരാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മൾ ഗേജ് കുറവുള്ള ഒരു സർവീസ് വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ വോൾട്ടേജ് ചിലപ്പോൾ ഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ലോഡൊക്കെ ഉപയോഗിക്കുമ്പോൾ. പിന്നെയാണെങ്കിൽ ഈ പറഞ്ഞാൽ ജോയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്ലാവ് പിടിച്ചിട്ടും അവിടെയും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ കറണ്ട് ബില്ലിൽ ഒരു മാറ്റം വരുത്തുന്നതാണ്. ഒരു സർവീസ് വയർ നിങ്ങൾ മേടിക്കുന്നതിന് ഒരുപാട് ചിലവൊന്നുമില്ല. അത് KCBക്കാർ നിങ്ങൾ KCBയിൽ വിളിച്ച് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്നിട്ട് മാറ്റിത്തരും. പിന്നെ ഉള്ള ചായ കാശ് നിങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ കൊടുക്കാം, അല്ലാണ്ട് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പഴയ വയറൊക്കെ ആണെങ്കിലേ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റി നോക്കുക. അപ്പോൾ ചിലപ്പോൾ കറണ്ട് ബില്ല് കുറയുന്നതായിരിക്കും.